വി വസീഫ് അടക്കമുള്ള നേതാക്കൾ കോഴിക്കോട് സംസാരിക്കുന്നുണ്ട്. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. വക്കീലിന് പോലും രാവിലെ ഇവിടെ നിൽക്കുക ആള് ഒന്ന് കേറാൻ ചോദിച്ചിട്ട് അതിന് പോലും അനുവാദം കൊടുക്കുന്നില്ല. ഇത് എവിടുത്തെ ഐഡിയ? ഇതിപ്പോ കേരളത്തിലെ പോലീസ് കാണാൻ ആക്സസിൽ നിൽക്കുന്ന പോലീസ് തയ്യാറാണ്ടേ? പോലത്തെ മനുഷ്യന്മാരൊക്കെ എങ്ങനെയാ എന്താ ചെയ്യാ? വല്ലാത്ത മനുഷ്യന്മാരെ നിങ്ങളൊക്കെ കേട്ടാ. തോന്നിയ പോലെ തടയല്ലേ ഇവിടെ? ഒരു ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാർ പോലും ഇല്ല ഇവിടെ. ഞങ്ങൾ ഇത് മറികടന്ന് അകത്ത് പോയാൽ നിയമത്തെ വെല്ലുവിളിച്ചു എന്ന് വരും. ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അകത്ത് കയറാത്തത്. ബാക്കി ഞാൻ നാളെ ചിരിക്കാവേ. അല്ലാതെ ഈ 4 ചെന്നിത്തലേന്റെ സതീശന്റെ പോലീസിനെ കണ്ട് ഭയന്നിട്ടൊന്നുമല്ല. ന്യായമായും നിയമസഹായം ഏത് സമയത്തും ആർക്കും കൊടുക്കാവുന്നതാണ്. പുലർച്ചെ 5:30 ഇവിടെ കയറിയതായി പോലീസ്. നാളെ ഈ വീട്ടിലുള്ളവർക്ക് പെരുന്നാളില്ലേ? ഇവിടെ കുട്ടികളില്ലേ? സ്ത്രീകൾ, പ്രായമുള്ള അമ്മയും പ്രായമുള്ള അച്ഛനും അവിടെ ഉള്ളത്. അവരെ കാണാൻ ഈ വക്കീലിനെങ്കിലും അകത്ത് കയറാൻ ഒന്ന് സംസാരിക്കാനുള്ള അനുവാദം കൊടുക്കണ്ട. ഓ, അതൊക്കെ അറിയാലേ. പിന്നെ മണി മുതൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു നിയമസഹായം കൊടുക്കാൻ വേണ്ടി പോലും അനുവദിക്കുന്നില്ല. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇതിനകത്തുണ്ട്. 5:30 മണി മുതൽ തുടങ്ങിയ റെയ്ഡാണ്. ഒരു കക്ഷിനെ പോലും പുറത്തു വിടുന്നില്ല. അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അവർക്ക് നിയമപരമായിട്ടുള്ള അവകാശങ്ങളില്ലേ? തൂക്കിക്കൊല്ലാൻ നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു. അല്ല, ഇപ്പൊ ഇവര് പറയുന്നത് ചെന്നിത്തലയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു ഈ കേരള ഗവൺമെന്റിനൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന്. ഇവിടെ നിൽക്കുന്നത് ഒരു SI എന്നാ അയാൾ പോയി ചോദിക്കണ്ട അങ്ങോട്ട്. ഒരു മാന്യത ഉണ്ടെങ്കിൽ ആരാ എന്താ എന്നില്ല. ഈ കേരളത്തിലെ പോലീസിന്റെ നാഥനില്ലേ? എന്നെ കഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരില്ലേ? ഇത് ഇവരും ഈ സതീശനും ഈ മോഡിയും തമ്മിലുള്ള പ്ലാൻ ആണെന്നുള്ളത് ആർക്കറിയാത്തത്? ഇപ്പോ എന്തിനാ ഈ പോലീസ് ഉടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പോലീസ് എന്തിനാ തടയുന്നത്? ഈ പോലീസിന്റെ ശുദ്ധ തോന്നിയാസല്ലേ ഇവിടെ കാണുന്നത്? ചോദിക്കുമ്പോ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോലീസ് പോലും ഇല്ല ഇവിടെ നിന്ന്. എന്താ ഒരു തീപ്പൊരിയ രോമാഞ്ചം കൊണ്ട് രോമാഞ്ചം. SI ഇരുന്നിട്ട് പറയാ ഞാനൊന്നും അറിയില്ല, എന്നിട്ട് ഇങ്ങനെ ഇടിവട്ടി പോലെ നിൽക്കുക. ഓൻ എന്തെങ്കിലും മിണ്ടണ്ടേ? എന്നാ ഈ പോലീസ് അകത്ത് കയറി ചോദിക്കണ്ടേ? ഇവിടെ വക്കീലുണ്ട്, വക്കീലിനെ കാണാൻ അനുവദിക്കണം എന്ന് പറയണ്ടേ? ഒരാൾ പോലും സംസാരിക്കുന്നില്ല. അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ആരാണെന്ന് അറിയില്ല. ചങ്ങലിക്കിട്ടിരിക്കുക ഭ്രാന്താണെന്നാ തോന്നുന്നു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ, ഞാൻ പോകുന്നു. ബൈ ബൈ.